പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് തഹജ്ജുദ് നിസ്കാരത്തിനെ കുറിച്ച് പലർക്കും അറിയാത്ത അത്ഭുത രഹസ്യങ്ങളെ കുറിച്ചാണ്. അതോടൊപ്പം തന്നെ തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയം എപ്പോഴാണ്, തഹജ്ജുദ് നിസ്കാരത്തിൽ ഏത് സൂറത്താണ് ഓതേണ്ടത്, തഹജ്ജുദ് നിസ്കാരത്തിന്റെ നിയ്യത്ത് എങ്ങനെയാണ്, ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യങ്ങളും വിശദമായി നമ്മൾക്ക് പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും സന്തോഷല്ലേ, എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. പറഞ്ഞവരൊക്കെ കമന്റിൽ ഒരു അൽഹംദുലില്ലാ എഴുതി വിടണം. ആരൊക്കെയാണ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, എല്ലാ മുറാദുകളും ഹാസിലാക്കി തരട്ടെ. മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് തഹജ്ജുദ് നിസ്കാരത്തിന്റെ പൂർണ്ണ രൂപമാണ്. തഹജ്ജുദ് നിസ്കാരത്തിന്റെ അത്ഭുത രഹസ്യങ്ങളെ കുറിച്ചാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. തഹജ്ജുദ് നിസ്കാരത്തിനെ കുറിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: അഫ്ളലുസ് സ്വലാത്തി ബഅദ സ്വലാത്തിൽ ഫരീള. ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമുണ്ടോ, അത് തഹജ്ജുദ് നിസ്കാരമാണ്. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ തഹജ്ജുദ് നിസ്കാരം ജീവിതത്തിൽ പതിവാക്കണം. തഹജ്ജുദ് നിസ്കാരം ഒരിക്കലും ഒഴിവാക്കല്ലേ പ്രിയമുള്ളവരെ. തഹജ്ജുദ് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചു, മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. തഹജ്ജുദ് പതിവാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടം അള്ളാഹുവിന്റെ തൃപ്തിയാണ്. എന്റെ പ്രിയമുള്ളവരെ, ആര് നമ്മളെ തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിലും ജഗന്നിയന്താവായ അള്ളാഹു തൃപ്തിപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ കഴിയും. അങ്ങനെ തഹജ്ജുദ് നിസ്കാരം പതിവാക്കിയാൽ അള്ളാഹുവിന്റെ തൃപ്തി നമ്മൾക്ക് കരസ്ഥമാക്കാൻ കഴിയും. രണ്ടാമത് നമ്മൾക്ക് ലഭിക്കുന്ന നേട്ടം എന്താണെന്നറിയോ? അൽ ഫറഹ വസ്സുറൂറ. സന്തോഷവും സമാധാനവും ഉണ്ടാകും. നമ്മളെ ഖൽബിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷം നൽകും. നല്ല ഹാപ്പി ലൈഫ്, അടിപൊളി ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു നീക്കിത്തരും. നല്ല സന്തോഷവും സമാധാനവും ഐശ്വര്യവും നമ്മളെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ്. അതിന് തഹജ്ജുദ് നിസ്കാരം പതിവാക്കുക. മൂന്നാമത് നമ്മൾക്ക് ലഭിക്കുന്ന നേട്ടം നല്ല ആരോഗ്യം ഉണ്ടാകും. രോഗങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷ നൽകുകയാണ്. മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാവൽ നൽകും. അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരം മരുന്നാണെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയില്ല, അറ്റാക്ക് വരികയില്ല എന്നുള്ളതാണ്. അതിന് പറ്റിയ മരുന്നാണ് തഹജ്ജുദ് നിസ്കാരം. അതുപോലെ തന്നെ കൽബിന്റെ മറ്റുള്ള രോഗങ്ങള്, അസൂയ, ലോകമാന്യം, കുശുമ്പ്, കുനിറ്റ്, പോര്, ദേഷ്യം, ഇതൊന്നും നമ്മളെ കൽബിൽ ഉണ്ടാവൂല എന്നുള്ളതാണ് തഹജ്ജുദ് നിസ്കാരം നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ മറ്റുള്ള അസുഖങ്ങളെ തൊട്ട് അള്ളാഹു നമ്മൾക്ക് കാവൽ നൽകുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ തഹജ്ജുദ് നിസ്കാരം ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ നാലാമത് അവനിക്ക് ലഭിക്കുന്ന ഗുണം എന്താണെന്നറിയോ? അന്നഹു യജ്ലിബു റിസ്ഖ. ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകും. സാമ്പത്തികമായ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരും. നമ്മളെ ജീവിതത്തിൽ നമ്മൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. വീടാണോ അത് അള്ളാഹു നൽകും. വാഹനാണോ ആ സൗകര്യം അള്ളാഹു നൽകും. വസ്ത്രമാണോ ആ സൗകര്യം അള്ളാഹു നൽകും. അതുപോലെ തന്നെ സമ്പത്താണ് ആവശ്യം, അത് അള്ളാഹു നൽകും. പട്ടിണി കിടക്കേണ്ടി വരില്ല, ദാരിദ്ര്യം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകൂല. തഹജ്ജുദ് എന്ന് പറയുന്ന ആ അത്ഭുത നിസ്കാരം ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ പോലെ തന്നെ മഅരിഫത്തിന്റെ കവാടങ്ങൾ അള്ളാഹു നമ്മൾക്ക് തുറന്നു നൽകുകയാണ്. അള്ളാഹിനെ കുറിച്ച് ശരിക്ക് മനസ്സിലാക്കാൻ നമ്മൾക്ക് കഴിയും. അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയും. തഹജ്ജുദ് നിസ്കാരം പതിവാക്കി കഴിഞ്ഞാൽ അതല്ലേ വേണ്ടത്? അള്ളാഹുവിലേക്ക് അടുക്കല്ലേ വേണ്ടത്? അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന ഒരു വിഭാഗമാണ്
തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്ന ആളുകൾ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ആരും സഹായിക്കാനില്ലാത്ത ഒരു സമയമാണ് മഹ്ശറ എന്ന് പറയുന്ന ഒരു സമയം. ആ സമയത്ത് ആ സ്ഥലത്ത് വെച്ച് ഒരാൾ നമ്മളെ സഹായിക്കൂല, നമ്മളെ കുടുംബക്കാര് സഹായിക്കൂല, മക്കള് സഹായിക്കൂല, ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും സഹായിക്കൂല, മാതാപിതാക്കള് മക്കളെയും മക്കള് മാതാപിതാക്കളെയും സഹായിക്കൂല, കൂട്ടുകാര് പരസ്പരം സഹായിക്കൂല, അയൽവാസികൾ പരസ്പരം സഹായിക്കാത്ത ഒരു സമയം. ഇത് മഹ്ശറ എന്ന് പറയുന്ന ലോകാണ്. അവിടെ വെച്ചുകൊണ്ട് തഹജ്ജുദ് നിസ്കാരം നമ്മൾക്ക് കാവലായി വരും, നമ്മൾക്ക് രക്ഷകനായി വരികയാണ്. അതിന് തഹജ്ജുദ് നിസ്കാരം പതിവാക്കണം. അള്ളാഹു പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഈ തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത് സ്വാലിഹീങ്ങളെ പതിവാണ്. നമ്മൾ സ്വാലിഹീങ്ങളാണെങ്കിലേ തഹജ്ജുദ് നിസ്കാരം പതിവാക്കാൻ കഴിയുള്ളൂ. ചില ആളുകളുണ്ട് റമദാൻ മാസത്തിൽ മാത്രമേ തഹജ്ജുദ് നിസ്കരിക്കുള്ളൂ, അതല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും നോമ്പിന്റെ ദിവസങ്ങളിൽ മാത്രമേ തഹജ്ജുദ് നിസ്കരിക്കുള്ളൂ, പിന്നെ തഹജ്ജുദ് ഇല്ല. റമദാൻ കഴിഞ്ഞാൽ പിന്നെ തഹജ്ജുദ് തന്നെ ഇല്ല, സുബഹി തന്നെ ഇല്ലാത്ത എത്ര ആളുകളുണ്ട്. അള്ളാഹു കാക്കട്ടെ. അപ്പൊ സ്വാലിഹീങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരം മടി കൂടാതെ ഒരു പ്രയാസവും ഇല്ലാതെ നിസ്കരിക്കാൻ കഴിയൂ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ സ്വാലിഹാണോ അല്ലേ എന്നുള്ളത്. സ്വാലിഹാണെങ്കിൽ തഹജ്ജുദ് നിസ്കാരം കൃത്യമായി നിസ്കരിക്കാൻ കഴിയും. അള്ളാഹു സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. അതുപോലെ തന്നെ പാപങ്ങൾ പൊറുക്കും തഹജ്ജുദ് നിസ്കാരം പതിവാക്കി കഴിഞ്ഞാൽ. എത്ര തെറ്റുകുറ്റങ്ങളാണ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. ഈ ആയുസിന്റെ അടക്ക് എത്രങ്ങാനും തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ പാപങ്ങളൊക്കെ അള്ളാഹു ഇങ്ങനെ ഓരോന്നോരോന്നായി മാപ്പ് നൽകും തഹജ്ജുദ് നിസ്കാരം പതിവാക്കി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് തഹജ്ജുദ് നിസ്കാരമാണ്. ആ തഹജ്ജുദ് നിസ്കാരം ജീവിതത്തിൽ പതിവാക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. തഹജ്ജുദ് നിസ്കാരത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ അകറ്റിത്തരണേ അല്ലാ. ഈ മജ്ലിസ് കാണുന്ന, ക്ലാസ് കേൾക്കുന്ന ഒരുപാട് ആളുകൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളായിരിക്കും. ഇൻഷാ അല്ലാ എങ്ങനെയാണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത് എന്ന് നമ്മൾക്കൊന്ന് ശ്രദ്ധിച്ച് പഠിക്കാം. കാരണം ഒരുപാട് ആളുകൾക്ക് തഹജ്ജുദ് നിസ്കാരത്തിന്റെ നിയ്യത്തിനെ കുറിച്ച് സംശയമുണ്ട്. തഹജ്ജുദ് നിസ്കാരത്തിൽ ഏത് സൂറത്താണ് ഓതുക എന്നുള്ളതിൽ സംശയമുണ്ട്. തഹജ്ജുദ് നിസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണത്തിൽ സംശയമുള്ള ആളുകളുണ്ട്. തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയത്തിൽ സംശയമുള്ള ആളുകളുണ്ട്. ഇൻഷാ അല്ലാ എല്ലാറ്റിനുള്ള മറുപടി ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയം തുടങ്ങുന്നത് ഇശ ബാങ്ക് കൊടുത്ത് ഇശ നിസ്കരിച്ച് ഉറങ്ങി എണീറ്റത് മുതൽ സുബ്ഹി നിസ്കാരം വരെയാണ്. ശരിക്ക് ശ്രദ്ധിക്കണം. അപ്പൊ തഹജ്ജുദ് നിസ്കരിക്കാനുള്ള ഒന്നാമത്തെ നിബന്ധന ഇശാ നിസ്കരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ നിബന്ധന ഉറങ്ങുക എന്നുള്ളതാണ്. അപ്പൊ ഇശ നിസ്കരിച്ച് ഉറങ്ങി എണീറ്റ് സുബ്ഹി വരെ തഹജ്ജുദ് നിസ്കരിക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഒരാൾ ഇശാഇന്റെ സമയത്ത് നിസ്കരിച്ചില്ല, ഉറക്കിൽ പെട്ടുപോയി, എന്നാൽ പിന്നെ അവൻ എണീറ്റുകൊണ്ട് ഇശ നിസ്കരിക്കുക, അതിനുശേഷം തഹജ്ജുദ് നിസ്കരിക്കണം. ഇതാണ് തഹജ്ജുദ് നിസ്കരിക്കാനുള്ള ഒന്നാമത്തെ നിബന്ധന. എല്ലാവരും ശരിക്കും മനസ്സിലാക്കുക. ഉറങ്ങുക എന്നുള്ളതും നിർബന്ധമാണ്, ഇശാ നിസ്കരിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി തഹജ്ജുദ് നിസ്കാരത്തിന്റെ ഏറ്റവും നല്ല സമയം എപ്പോഴാ? ഏറ്റവും ഉത്തമമായ സമയം അത്താഴ സമയമാണ്. നമ്മൾ നോമ്പിനൊക്കെ അത്താഴം കഴിക്കാൻ എണീക്കൂലേ, ആ സമയത്താണ് ഏറ്റവും നല്ല സമയം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകുന്ന സമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല സമയം അർദ്ധരാത്രിയാണ്. ഒരു 2 മണി അതല്ലെങ്കിൽ ഒരു 1:30 മണിക്കൊക്കെ എണീറ്റ് കൊണ്ട് നിസ്കരിക്കലും പുണ്യമുണ്ട്. അപ്പൊ ആകയാൽ ഇശാ നിസ്കരിച്ച് ഉറങ്ങി എണീറ്റാൽ സുബ്ഹി വരെ തഹജ്ജുദ് നിസ്കരിക്കാം. ഏറ്റവും നല്ല സമയം അത്താഴ സമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല സമയം അർദ്ധരാത്രിയാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. തഹജ്ജുദ് നിസ്കാരം എത്ര റക്അത്താണ് നിസ്കരിക്കേണ്ടത്? അത് പല ആളുകളുടെ ഒരു സംശയമാണ്. തഹജ്ജുദ് നിസ്കാരം പരിധിയില്ലാതെ നിസ്കരിക്കാവുന്നതാണ്. തഹജ്ജുദ് നിസ്കാരം ചുരുങ്ങിയത് 2 റക്അത്ത് നിസ്കരിക്കുക, ഏറ്റവും കൂടിയാൽ എത്രയും നിസ്കരിക്കാം. ഈ 2 റക്അത്തായി നമ്മൾക്ക് കഴിയുന്നത്ര വരെ നിസ്കരിക്കാവുന്നതാണ് എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആ കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവരുത്. തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്? തോന്നിയ പോലെ നിയ്യത്ത് വെച്ചാൽ നിസ്കാരം ശരിയാവൂല. അതുകൊണ്ട് നിയ്യത്ത് എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക. ഉസല്ലി സുന്നത്ത തഹജ്ജുദി റക്അത്തൈനി മുതവജ്ജിയൻ ഇലൽ ഖിബലതി അദാഅൻ ലില്ലാഹി തആല. എങ്ങനെ? ഉസല്ലി സുന്നത്ത തഹജ്ജുദി റക്അത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബലതി അദാഅൻ ലില്ലാഹി തആല. തഹജ്ജുദ് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. നിയ്യത്ത്
നെഞ്ചത്ത് വെച്ചതിന് ശേഷം തക്ബീർ കെട്ടണം. അല്ലാഹു അക്ബർ. തക്ബീർ കെട്ടിയതിനു ശേഷം വജ്ജഹത്ത് ഓതണം. വജ്ജഹത്ത് ഒഴിവാക്കരുത്. വജ്ജഹത്ത് ഒഴിവാക്കിയാൽ നിസ്കാരത്തിൽ ഖറാഅത്ത് സംഭവിക്കും. അങ്ങനെ വജ്ജഹത്ത് ഓതി പിന്നെ ഓതേണ്ടത് എന്താ? ബിസ്മി അല്ല, പിന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നോതണം. അതിനുശേഷമാണ് ഫാത്തിഹ സൂറത്ത് ഓതേണ്ടത്. അങ്ങനെ ഫാത്തിഹ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ സൂറത്ത് ഓതണമല്ലോ. ഇവിടെ പല ആളുകൾക്കും സംശയമുണ്ട്, ഏത് സൂറത്താണ് ഓതേണ്ടത്? തഹജ്ജുദ് നിസ്കാരത്തിന് ഇന്ന സൂറത്ത് ഓതണമെന്നുള്ള ഹദീസ് വന്നിട്ടില്ല. പ്രത്യേകമായ ഒരു സൂറത്ത് മഹാന്മാര് പഠിപ്പിച്ചിട്ടില്ല. എങ്കിലും സൂറത്ത് നമ്മൾ ഓതേണ്ടതുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഒരു സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസ് എങ്കിലും ഓതാൻ ശ്രമിക്കുക. ഇനി തീരെ സൂറത്ത് അറിയാത്ത ആളുകള് ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ് അറിയുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ, അത് 2 റക്അത്തിലും ഓതിയാൽ മതി. ഇനി അതും അറിയാത്ത ആളുകൾ ഫാത്തിഹയ്ക്ക് ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെങ്കിലും ചൊല്ലുക. അല്ല, അൽ ബഖറ മുഴുവനും ഒരാൾക്ക് ഓതാൻ അറിയുമെങ്കിൽ അൽ ബഖറ മുഴുവനും ഓതി നിസ്കരിക്കാവുന്നതാണ്. ആൽ ഇംറാൻ സൂറത്ത് മുഴുവനായി ഓതാൻ കഴിയോ? ആൽ ഇംറാൻ സൂറത്ത് മുഴുവനായി ഓതാവുന്നതാണ്. സൂറത്തുൽ വാക്കിയാണ് ഓതുന്നത്, വാക്കി ഓതിക്കോളിയും. യാസീൻ സൂറത്താണോ ഒരു റക്അത്തിൽ ഓതുന്നത്, ഓതിക്കോളിയും, കുഴപ്പമില്ല. സൂറത്തുർ റഹ്മാനാണോ ഓതുന്നത്, കുഴപ്പമില്ല. ഏത് സൂറത്തും ഓതാവുന്നതാണ്. ഇന്ന സൂറത്ത് ഓതണമെന്നുള്ള ഒരു പ്രത്യേകമായ കൽപ്പന നമ്മൾക്ക് വന്നിട്ടില്ല. അപ്പൊ സൂറത്ത് ഓതാതെ നിസ്കരിക്കരുത്, സൂറത്ത് ഓതണം. ഏത് സൂറത്തും ഓതാവുന്നതാണ്. സൂറത്ത് ഓതാതെ നിസ്കരിച്ചാൽ നിസ്കാരത്തിൽ കറാഹത്ത് സംഭവിക്കും. അങ്ങനെ സൂറത്ത് ഓതി സൂറത്തിന് ശേഷം റുക്കുവിലേക്ക് പോവുക, സുജൂദിലേക്ക് പോവുക. രണ്ടാമത്തെ റക്അത്തിൽ എണീറ്റ് നിൽക്കുക. രണ്ടാമത്തെ റക്അത്ത് തുടങ്ങുമ്പോൾ ബിസ്മി അല്ല ആദ്യം തുടങ്ങേണ്ടത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അതിനുശേഷം ബിസ്മി ചൊല്ലി ഫാത്തിഹ സൂറത്ത് മുഴുവനാക്കുക. അതിനുശേഷം അറിയുന്ന ഒരു സൂറത്ത് ഓതുക, അതല്ലെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. അങ്ങനെ വീണ്ടും റുക്കുവിലേക്ക് പോകുന്നു, സുജൂദിലേക്ക് പോകുന്നു, അത്തഹിയാത്തിൽ ഇരിക്കുന്നു, സലാം വീട്ടുന്നു. ഇങ്ങനെയാണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്. ഇനി തഹജ്ജുദ് നിസ്കരിക്കാൻ അറിയില്ല എന്ന് ആരും പറയേണ്ടതില്ല. ഇനി തഹജ്ജുദ് നിസ്കാരത്തിനെ കുറിച്ച് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ചില മസ്അലകളുണ്ട്. ഒന്നാമത്തെ മസ്അല, തഹജ്ജുദ് നിസ്കാരം പതിവായി നിസ്കരിക്കുന്ന ആളുകൾക്ക് കാരണമില്ലാതെ തഹജ്ജുദ് നിസ്കാരം ഒഴിവാക്കൽ കറാഹത്താണ്. ഇപ്പൊ സ്ഥിരമായി ഒരു സഹോദരി തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, അതിന്റെ ഇടയിൽ മെൻസസ് ആയി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് തഹജ്ജുദ് നിസ്കരിക്കേണ്ടതില്ല, അതൊരു കാരണമാണ്. സ്ഥിരമായി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് പ്രയാസപ്പെടുന്ന ഒരു അസുഖം ഉണ്ടായാൽ അവനക്ക് കറാഹത്തില്ല. അതുപോലെ തന്നെ സ്ഥിരമായി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആള് അറിയാതെ ഉറങ്ങിപ്പോയാലും കറാഹത്ത് സംഭവിക്കൂല. കാരണമില്ലാതെ സ്ഥിരമായി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് തഹജ്ജുദ് നിസ്കാരം ഒഴിവാക്കൽ കറാഹത്താണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇനി ഒരാൾക്ക് തഹജ്ജുദ് നിസ്കാരം നഷ്ടപ്പെട്ടു, ഉറക്കുകൊണ്ട് ഒരാൾക്ക് തഹജ്ജുദ് നിസ്കാരം നഷ്ടപ്പെട്ടാൽ എന്താണ് അവൻ ചെയ്യേണ്ടത്? അവനിക്ക് തഹജ്ജുദ് നിസ്കാരം ഉറക്കിൽ നിന്ന് എണീറ്റാൽ ഖളാ വീട്ടാവുന്നതാണ്. അതാണ് അവനിക്കുള്ള പുണ്യം. തഹജ്ജുദ് നിസ്കാരം ഖളാ വീട്ടാം, ളുഹാ നിസ്കാരം ഖളാ വീട്ടാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഒരാൾ സ്ഥിരമായി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണ്, അവൻ ഉറക്കപ്പെടുന്നത് നമ്മൾ കണ്ടു, എന്നാൽ അവനെ വിളിച്ചുണർത്തൽ സുന്നത്താണ്. എങ്ങനെ? ഒരാൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണ്, ഒരാൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അവൻ ഉറക്കൽപ്പെട്ടു പോയി, അത് നമ്മളിങ്ങനെ കാണുകയാണ്, എന്നാൽ നമ്മൾക്ക് അവനെ വിളിച്ചുണർത്തൽ പ്രത്യേകം സുന്നത്തുണ്ട്. ആ സുന്നത്തിന്റെ കൂലി നമുക്ക് കിട്ടും. ഒരാളെ വിളിച്ചുണർത്തിയാൽ, ഭാര്യയെ വിളിച്ചുണർത്തിയാൽ, ഭർത്താവിനെ വിളിച്ചുണർത്തിയാൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് ഖൈലൂലത്തിന്റെ ഉറക്കം പ്രത്യേകം സുന്നത്തുണ്ട്. അതെല്ലാവരും മുതലാക്കണം. അള്ളാഹ് തരുന്ന ഓഫറാണ്. ഉറക്കം സുന്നത്താണെന്നാ പറയുന്നത്. എങ്ങനെ? തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് പ്രത്യേകം ഖൈലൂലത്തിന്റെ ഉറക്കം സുന്നത്തുണ്ട്. ളുഹറിന്റെ സമയത്തിന്റെ അല്പം മുമ്പ് ഒരു അരമണിക്കൂർ പ്രത്യേകം ഉറങ്ങൽ സുന്നത്തുണ്ട് എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആള് കിടന്നുറങ്ങുന്ന സമയത്ത് തഹജ്ജുദ് നിസ്കാരത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഉറങ്ങണം. എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കണം, ഞാൻ എണീക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടെ ആയിരിക്കണം രാത്രി കിടന്നുറങ്ങേണ്ടത്. അങ്ങനെ നമ്മൾ രാത്രി ഉറക്കത്തിൽ നിന്ന് എണീക്കാതെ സുബഹി ബാങ്ക് കൊടുക്കുമ്പോഴാണ് എണീക്കുന്നത്. തഹജ്ജുദ് നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തഹജ്ജുദിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അതിന്റെ കാരണം എന്താ? ഉറങ്ങുന്ന സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടു കൂടെയാണ് നമ്മൾ ഉറങ്ങിപ്പോയത്. ഇങ്ങനെ ഒരുപാട് തഹജ്ജുദിനെ കുറിച്ച് മനസ്സിലാക്കാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി തഹജ്ജുദ് നിസ്കാരം അറിയില്ല എന്ന് പറയരുത്. എന്റെ പ്രിയമുള്ളവരെ,
തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥനക്ക് അള്ളാഹു പ്രത്യേകം ഉത്തരം നൽകുന്നുണ്ട്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം അസ്മാൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്യുക. അസ്മാൽ ഹുസ്നയും തഹജ്ജുദ് നിസ്കാരം ആകുമ്പോൾ പ്രതിഫലം കൂടും. പ്രത്യേക ഇജാബത്ത് അള്ളാഹു നൽകും. കാരണം എന്താ? തഹജ്ജുദ് നിസ്കാരത്തിന്റെ ശേഷവും ആ സമയത്തും അള്ളാഹു പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകും. അസ്മാഉൽ ഹുസ്ന ഓതി ദുആ ചെയ്താലും അള്ളാഹു പ്രത്യേകം ഇജാബത്ത് നൽകുന്നുണ്ട്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്യാൻ ശ്രദ്ധിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്ന് 11 പ്രാവശ്യം പറയുക. അതോടൊപ്പം തന്നെ യാ ബാസിത്തു യാ അല്ലാ, യാ ബാസിത്തു യാ അല്ലാ എന്ന ഇസ്മ 10 പ്രാവശ്യം ചൊല്ലി 2 കൈയിലേക്കും മന്ത്രിച്ചൂതിക്കൊണ്ട് ശരീരം മുഴുവനും തടവിക്കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ ലം യഫ്തഖിർ അബദ, മഹാന്മാര് പറയാൻ ലം യഫ്തഖിർ അബദ, അവൻ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവൂല, അവൻ ഒരിക്കലും പാവപ്പെട്ടവനാവൂല, അവൻ ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വരില്ല. ഇത് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. എത്രയോ ശ്രേഷ്ഠതയുള്ള നിസ്കാരാണ്. എന്തിനാണ് ആ നിസ്കാരം നമ്മൾ ഒഴിവാക്കുന്നത്? അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹി അങ്ങ് നിസ്കരിക്കുക. സുബ്ഹി അങ്ങ് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ദിക്റും സ്വലാത്തും ചൊല്ലി 6 മണിയാകും. 6 മണിയാകുന്ന സമയത്ത് നമ്മളുടെ ദാറുൽ മുബീൻ യൂട്യൂബ് ചാനലിലെ അതിമഹത്തായ ദിക്റ് ദുആ മജ്ലിസ് നടക്കും. അതിൽ എൻ്റെ ഉമ്മമാര് പങ്കെടുക്കുക. ആ മജ്ലിസ് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് നേട്ടങ്ങൾ ലഭിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ സന്തോഷ വാർത്ത അറിയിച്ചു, പരീക്ഷയിൽ ജയിച്ചു, കളഞ്ഞുപോയ സ്വർണം ലഭിച്ചു, ബാങ്കിൽ നിന്ന് സ്വർണ്ണാഭരണം എടുത്തു, അസുഖം മാറി, ജയിൽ മോചനം ലഭിച്ചു. ഇങ്ങനെ എത്ര ആളുകളാണ് സന്തോഷ വാർത്ത അറിയിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ആ മജ്ലിസിൽ നിങ്ങളും പങ്കെടുക്കണം, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. ഇനി നിങ്ങൾക്ക് 6 മണിക്ക് പങ്കെടുക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങളെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ആ മജ്ലിസിൽ പങ്കെടുക്കുക. പരിശുദ്ധമായ റമദാനാണ് കടന്നു വരുന്നത്. റമദാനിലേക്ക് നമ്മൾക്ക് റമദാനിനെ വരവേൽക്കണം. ധാരാളം ദിക്റുകൾ ചൊല്ലി ദുആയിൽ പങ്കെടുത്ത് ധാരാളം സ്വലാത്തുകളൊക്കെ ചൊല്ലിയിട്ടാണ് റമദാനിനെ വരവേൽക്കേണ്ടത്. നമ്മളെ മജ്ലിസിൽ സ്വലാത്തുൽ ഫാത്തിഹ നമ്മൾ ധാരാളം ചൊല്ലും. അതുപോലെ ഒരുപാട് ദിക്റുകൾ ചെല്ലുന്നുണ്ട്. എല്ലാവരും അതിൽ പങ്കെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബിഫളിലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.